بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബ ജീവിതം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ സന്താന സൗഭാഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ദത്തെടുക്കുന്ന സമ്പ്രദായത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്താനങ്ങൾ എന്ന് പറയുന്ന ആ അനുഗ്രഹത്തെ ആരൊക്കെയോ പെരുപ്പിച്ച് കാണിച്ച ചില കണക്കുകളുടെയും അതുപോലെ തന്നെ അല്ലാഹുവിൽ കൃത്യമായി വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ വഴിതിരിച്ചു വിടുന്ന ചില പ്രചരണങ്ങളുടെയുമൊക്കെ അടിസ്ഥാനത്തിൽ ആധുനിക ലോകം ഇന്ന് സന്താനങ്ങളെ തീരെ വേണ്ട എന്ന് ചിന്തിക്കുന്നിടത്തേക്കും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മതി, ആ രൂപത്തിലൊക്കെയുള്ള ചില ധാരണകളിലേക്ക് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആധുനിക ഈ കാലഘട്ടത്തിൽ ഫാമിലി പ്ലാനിംഗ് എന്ന പേരിൽ, കുടുംബാസൂത്രണം എന്ന പേരിൽ ധാരാളമായി പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ജനിച്ചതിന്റെ ശേഷം ജീവനോടെ കുഴിച്ചു മൂടുന്ന ദുരന്തമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിന് അന്നവർ കാരണമായി കണ്ടത് ദാരിദ്ര്യമായിരുന്നു. കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് കാരണമായി തീരും, അത് വേണ്ടതില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിരുന്ന ഒരു കാലഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്, ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യഭയത്താൽ, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും, നാമാണ് അവർക്ക് റിസ്ക് കൊടുക്കുന്നത്, വയ്യാക്കും, നിങ്ങൾക്ക് തന്നെയും.
ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, നിശ്ചയമായും അവരെ കൊന്നുകളയിൽ മഹാപാതകമാകുന്നു. സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ ആയത്ത്. ഇതേ കാര്യം തന്നെ സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്തിൽ അല്ലാഹു അറിയിച്ചു, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. നഹ്നു നർസുഖുക്കും, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും വയ്യാഹും, അവർക്കും ഭക്ഷണം കൊടുക്കുന്നതും നാമാണ്. വാസ്തവത്തിൽ ഈ ലോകത്ത് ദാരിദ്ര്യത്തിന്റെ കാരണം അള്ളാഹു ഇവിടെ ജനങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു എന്നുള്ളത് കാരണത്താലല്ല. അങ്ങനെയാണ് കണക്കുകൾ ജനങ്ങളോട് പറയുന്നത്. ലോകത്ത് ദാരിദ്ര്യം വർദ്ധിക്കാൻ കാരണം ജനസംഖ്യാ വർധനവെന്നാണ് കണ്ടെത്തൽ. വാസ്തവത്തിൽ ദാരിദ്ര്യത്തിന്റെ കാരണം അതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ എല്ലാ വസ്തുക്കളും അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആളുകളുടെ പെരുപ്പവും ജനങ്ങളുടെ വർധനവും കാരണത്താൽ ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരില്ല. അത് അല്ലാഹു തആല പറഞ്ഞതാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അള്ളാഹു അതിന്റെ റിസ്ഖ് ഏറ്റെടുത്തിട്ടല്ലാതെ. ആവശ്യത്തിന് അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കാത്തത് കൊണ്ടുമല്ല. അല്ലാഹു തആല വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാഅ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. സൂറത്തു ശൂറയിലെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ഇവിടെ റിസ്ഖ് അവന്റെ അടിമകൾക്ക് ഒന്നാകെയാണ് ചൊരിഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ചെയ്യും. അവർ ധിക്കാരോ അഹങ്കാരം കൊണ്ട് ഇവിടെ വിളയാട്ടം നടത്തും. എന്നാൽ അള്ളാഹു എന്തു ചെയ്യുന്നു? യുനസ്സിലു ബിഖദരിൻ മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് കണക്ക് പ്രകാരം അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നഹു, അവൻ ഇറക്കിക്കൊടുത്തിട്ടുണ്ട്. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ, നിശ്ചയം അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു എന്ന് അല്ലാഹു തആല പറയണം. അപ്പൊ ഈ ലോകത്ത് അള്ളാഹു വിഭവങ്ങൾ ഇറക്കാത്തത് കൊണ്ടല്ല. ജനങ്ങൾ ഈ ലോകത്ത് എത്ര പെരുകിക്കോട്ടെ, എത്ര ജന്തുജാലങ്ങൾ ഈ ലോകത്തുണ്ടോ, അവക്കൊക്കെ ആവശ്യമായ വിഭവങ്ങൾ അള്ളാഹു ഈ ലോകത്ത് ഇറക്കാത്തത് കൊണ്ടല്ല ഇവിടെ ദാരിദ്ര്യം വിളയാടുന്നത്, ദാരിദ്ര്യം വർദ്ധിക്കുന്നത്. മറിച്ചോ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളെ ജനങ്ങൾ മാറ്റിമറിച്ചതാണ് കാരണം. അള്ളാഹു പറഞ്ഞു, ഉള്ളവന് ഇത്ര പരിധി, അവന് ഉള്ള സ്വത്തുണ്ടെങ്കിൽ ഇല്ലാത്തവന് ഇത്ര വിഹിതം നൽകണം. കൃത്യമായി അള്ളാഹു സാമ്പത്തികമായ ഇസ്ലാമിന്റെ സമ്പൽഘടനയിൽ കൃത്യ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമിലെ സക്കാത്ത്. ഓരോരുത്തരുടെയും കൈകളിലുള്ള സമ്പത്തിന്റെ ഇത്ര ശതമാനം അവൻ അർഹതപ്പെട്ടതല്ലെന്നും അത് ഫുഖറാവ് മസാക്കീൻ അടങ്ങുന്ന ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ചില വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നും അത് കൊടുത്തു വീട്ടാഞ്ഞാൽ കഠോരമായ നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ധാരാളക്കണക്കിന് സ്ഥലങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനും മഹാനായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുഖവിലക്കെടുക്കാതെ ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം ദാരിദ്ര്യത്തെ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരും നമ്മൾ നിവസിക്കുന്ന നാട്ടിലെ ഒരു പഞ്ചായത്തിന്റെ, ഒരു വാർഡിന്റെ കാര്യമൊന്ന് ആലോചിച്ചാൽ തന്നെ നഗ്നമായ ഈ യാഥാർത്ഥ്യം പുറത്തു വരുമല്ലോ. ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ, ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ദാരിദ്ര്യം എന്നൊക്കെ ചർച്ച ചെയ്ത് തലപുണ്ണാക്കുന്നതിന് പകരം അവരവർ നിവസിക്കുന്ന മഹല്ലുകൾ എടുത്താൽ ആ മഹല്ലുകളിൽ ഒരു വിചിന്തനം നടത്തി നോക്കിയാൽ കാണാൻ കഴിയുമല്ലോ എന്താണ് ദാരിദ്ര്യത്തിന്റെ കാരണം. അവിടെയുള്ള സമ്പന്നരായ ആളുകൾ, അവരോട് അള്ളാഹു കൃത്യമായി കണക്ക് നോക്കി അണപ്പൈ തീർത്ത് വാർഷികമായി കണക്കെടുപ്പ് നടത്തിയിട്ട് അവനവന്റെ സക്കാത്തിന്റെ വിഹിതം കൃത്യമായി അർഹതപ്പെട്ട അഗതികൾക്കും ദരിദ്രന്മാർക്കും നൽകണം എന്ന് പറഞ്ഞ നിയമത്തെ കൃത്യമായി ഓരോ മഹല്ലുകളും താൽപര്യപൂർവം അത് പരിഗണിച്ചിരുന്നുവെങ്കിൽ ഒരു മഹല്ലിലും ദാരിദ്ര്യമുണ്ടാകുമായിരുന്നില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ സക്കാത്ത് വാങ്ങുവാൻ ആളില്ലാത്ത ഒരവസ്ഥ ആ നാട്ടിൽ ഉണ്ടായി എന്ന് പറഞ്ഞത് കേവലം ഭംഗിവാക്കല്ല, യാഥാർത്ഥ്യമായിരുന്നു. കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ സമ്പത്തിൽ നിന്ന് വിഹിതം
നൽകേണ്ടവർക്ക് കൃത്യമായി നൽകുവാൻ ശ്രദ്ധ കാണിച്ച ഒരു വിഭാഗം ആളുകൾ ഉണ്ടായപ്പോ ആ രാജ്യത്ത് പട്ടിണി ഉണ്ടായില്ല. അപ്പൊ വിഭവങ്ങളുടെ കമ്മിയല്ല, ജനസംഖ്യയുടെ വർധനവുമല്ല ദാരിദ്ര്യത്തിന്റെ കാരണം. ഉള്ളവൻ അവന്റെ അവകാശങ്ങൾ അവകാശികൾക്ക് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ച് ളുൽമ് കാണിച്ചതുകൊണ്ടാണ് ലോകത്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും വർദ്ധിച്ചത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ലെങ്കിൽ അല്ലാഹു തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ ഏതൊരു ജന്തുവുണ്ടോ, അത് മനുഷ്യനൊന്നുമല്ല. ഇവിടെ നാക്കാലികളുണ്ട്, ജന്തുക്കളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, പ്രാണികളുണ്ട്. ഇവിടെ ഏതൊരു ജന്തു ഉണ്ടോ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹു അവയുടെ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്, റബ്ബ് ഇറക്കിയിട്ടുണ്ട്. മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാടുപെടുന്ന മനുഷ്യൻ, സ്വാർത്ഥനായ മനുഷ്യൻ, സങ്കുചിത ചിന്താഗതിക്കാരനായ മനുഷ്യൻ മറ്റുള്ളവരുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും കണ്ടില്ലെന്ന് നടിച്ച് അവൻ അടക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ദുരന്തമാണ് ലോകം ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രണം വരുത്തി, കുടുംബാസൂത്രണം വരുത്തി എന്നതുകൊണ്ടൊന്നും ഒരു രാജ്യത്ത് പട്ടിണി നീങ്ങൂല, ഒരിക്കലും നീങ്ങൂല. മറിച്ച് അതുകൊണ്ട് ഒരുപാട് ദുരന്തങ്ങളാ ഉണ്ടാകുക. ജനസംഖ്യയെ നിയന്ത്രിച്ച രാജ്യങ്ങളൊക്കെ പാഠം പഠിച്ചില്ലേ? ആളെ കിട്ടാനില്ല, മാൻ പവർ ഇല്ല. കാശുണ്ടായിട്ട് കാര്യമുണ്ടോ? മാൻ പവർ വേണ്ടയിടത്ത് മാൻ പവർ എന്ന് വേണം, തൊഴിലെടുക്കാൻ ആളില്ല. അതുകൊണ്ട് പരസ്യം കൊടുക്കേണ്ടി വന്നു. ഇന്നും ഇന്നലെയൊന്നുമല്ല. സോവിയറ്റ് യൂണിയനിൽ നിയമം വന്നപ്പോ 1981 കാലം എത്രയായി? 1981 ജൂൺ 6 1981 നമ്മുടെ നാട്ടിൽ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു പരസ്യം വന്നു. എന്താണ് പരസ്യം വന്നത്? ഒരു രാജ്യത്തിന്റെ നടുങ്ങുന്ന ഒരു റിപ്പോർട്ട്. സോവിയറ്റ് റഷ്യയിലെ നവവധൂവരന്മാരുടെ മുമ്പിൽ പുതിയൊരു വെല്ലുവിളി. എന്താണ്? ശിശുക്കളെ ആവശ്യമുണ്ട് എന്നാണ് നാട്ടിൽ പരസ്യം കൊടുത്തത്. കുട്ടികളെ ആവശ്യമുണ്ട്, കുട്ടികളെ ആവശ്യമുണ്ടെന്ന് സോവിയറ്റ് യൂണിയനിൽ 1981 മുതൽ കരച്ചിൽ തുടങ്ങി. എന്താ കാരണം? റഷ്യയിലെ വിവാഹം കഴിക്കുന്ന നവവധൂവരന്മാരുടെ മുമ്പിൽ പുതിയൊരു വെല്ലുവിളി. ആ രാജ്യം നിയമം വെച്ചു, കുറഞ്ഞത് 2 കുട്ടികളെയെങ്കിലും ഉണ്ടാവാൻ യത്നിക്കണം. കുറഞ്ഞത് 2 കുട്ടികളെങ്കിലും ഉണ്ടാവാൻ യത്നിക്കണം എന്നാണ് ആ രാജ്യം കൊടുത്ത ഓർഡർ. അപ്പോ ജനസംഖ്യാ ദാരിദ്ര്യം സോവിയറ്റ് യൂണിയനിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായി മാറി എന്നർത്ഥം. എന്താ കാരണം? പല ജോലികൾക്കും ആളെ കിട്ടാനില്ല. അപ്പൊ ജനസംഖ്യ കുറച്ചു വന്നപ്പോ രാജ്യത്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അടിയുറച്ച വിശ്വാസമില്ലായ്മയാണ് അതിന് കാരണമായി മാറുന്നത്. അപ്പോ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആവശ്യത്തിന് ഭക്ഷണമിറക്കാത്തത് കൊണ്ടല്ല ഈ ലോകത്ത് ദാരിദ്ര്യമുണ്ടാകുന്നത്. ഉള്ളവൻ അവന്റെ സ്വത്ത് പിടിച്ചു വെക്കുകയാണ്, അവകാശികൾക്ക് വിട്ടുകൊടുക്കാതെ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം കാരണത്താൽ ആരെങ്കിലും മക്കളെ കൊല്ലുകയോ, ഇന്നിപ്പോ മക്കളെ ആ നിലക്ക് കൊല്ലല്ല, ആ കാലഘട്ടത്തിൽ ജനിച്ചതിന്റെ ശേഷമാണെങ്കിൽ ഇന്ന് പരസ്യമാണ്. എന്താ പരസ്യം? പണ്ടെങ്ങോ വായിച്ചൊരു ബോർഡ്. നമ്മുടെയൊക്കെ നാടുകളിൽ ചില ക്ലിനിക്കുകൾക്ക് മുമ്പിൽ തൂങ്ങിയ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. 500 രൂപ മുടക്കി 5 ലക്ഷം ലാഭിക്കുക എന്നായിരുന്നു ആ ക്ലിനിക്കുകൾക്ക് മുമ്പിലുള്ള പരസ്യം. 500 രൂപ മുടക്കി 5 ലക്ഷം ലാഭിക്കുക. എന്താ? കുട്ടി ഗർഭസ്ഥ ശിശു ഭ്രൂണം ആണോ പെണ്ണോ എന്നറിയാനുള്ള ടെസ്റ്റിന്റെ ഫീസായിരുന്നു 500. ആ 500 മുടക്കിയിട്ട് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ഗർഭത്തിലെ അങ്ങ് കലക്കിക്കളയുക, കുട്ടിയെ ഗർഭത്തിലെ വെച്ച് നശിപ്പിക്കുക. അതുകൊണ്ട് 500 രൂപ മുടക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ പെൺകുട്ടി വളർന്ന് വലുതാവാൻ വിട്ടാൽ ഈ കുട്ടിയുടെ വിവാഹം, മറ്റു കാര്യങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, ഇതിനൊക്കെ അന്ന് കണക്കാക്കിയതാണ് 5 ലക്ഷം. 5 ലക്ഷം ഭാവിയിൽ ലാഭിക്കാൻ ഇപ്പൊ 500 മുടക്കേണ്ടതുള്ളൂ. അങ്ങനെയുണ്ട്. ആ സമൂഹം അതിലേക്ക് ഒരുപാട് ചിന്തിച്ചു ആളുകൾ അങ്ങനെ ടെസ്റ്റ് നടത്താൻ തുടങ്ങി. ആണോ പെണ്ണോ അറിയാതെ ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ജാഹിലിയത്തിന്റെ ആധുനിക രൂപം. അന്ന് പുറത്തു വെച്ച് ജീവനോടെയാണ് കുഴിച്ചു മൂടിയതെങ്കിൽ ഇന്ന് കുഞ്ഞിന്റെ വയറ്റിൽ, മാതാവിന്റെ ഗർഭാശയത്തിൽ തന്നെ വളരുന്ന കുഞ്ഞേതാണെന്ന് മനസ്സിലാക്കുവാനുള്ള ടെസ്റ്റുകൾ ഉണ്ടല്ലോ. അത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കലക്കിക്കളയുന്ന ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ.
അബോർഷന് വിധേയമാക്കുകയാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത സമയത്താണ് ഗർഭം ധരിച്ചത് എന്നതിന്റെ പേരിൽ എത്രയോ ദമ്പതികൾ കുട്ടികളെ കൊന്നൊടുക്കുകയാണ്. ഇതൊക്കെ പരസ്യമായിട്ടല്ല, സ്വകാര്യമായി നടക്കുകയാണ്. പകൽമാന്യന്മാരായ കുറെ ആളുകൾ ഇഷ്ടപ്പെട്ട സമയത്തല്ല കുഞ്ഞുണ്ടായത്. വിവാഹം കഴിഞ്ഞ് 1-2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് മദീനായിരുന്നു, അതിന്റെ ഇടക്കന്നെ ഗർഭിണിയായി. വേഗം ഭാര്യയെയും കൂട്ടി ആരുമറിയാതെ, ഇരിച്ചവി അറിയാതെ ക്ലിനിക്കുകളിൽ പോയിട്ട് ഗുളിക കൊടുത്തുകൊണ്ടോ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടോ അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ അള്ളാഹു നൽകിയ സന്താനമെന്ന വരദാനം, അള്ളാഹുവിന്റെ വലിയ നിഅമത്ത്, അതില്ലാത്തതിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കാനും തയ്യാറായി നിൽക്കുന്ന ആയിരങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അള്ളാഹു നൽകിയ നിഅമത്ത് തങ്ങൾ ആശിക്കുന്ന സമയത്തല്ല, കുറച്ചു മുമ്പായി പോയി എന്നതിന്റെ പേരിൽ ആധുനികമായ യുവതി യുവാക്കന്മാർ സ്വകാര്യമായി വലിയ ഫീസ് കൊടുത്തുകൊണ്ട് ഡോക്ടർമാരെ കൊണ്ട് അബോർട്ട് ചെയ്യിപ്പിക്കുന്ന ദുരന്തങ്ങൾ. അങ്ങനെ ചെയ്ത കുറെ ആളുകളുണ്ട്. പിന്നെ ആശിച്ചപ്പോ കിട്ടിയിട്ടുമില്ല. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഇതിനു വേണ്ടി ഗുളികകൾ ധാരാളമായി സേവിച്ച് വയറ്, ഗർഭമാത്രം, ആ രൂപത്തിലുള്ള സംവിധാനങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് ഫാഷന്റെ പേരിൽ ഒരുപാട് കാലം സൗന്ദര്യമൊക്കെ പോകരുത്, ആണും പെണ്ണും ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് ഒരുപാട് കാലം അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് കുറെ കാലം കഴിയുമ്പോൾ ഒരു കുട്ടി വേണമെങ്കിൽ മതി എന്ന തീരുമാനത്തിലെത്തി അതിനുവേണ്ട എല്ലാ പ്രതിരോധ മാർഗങ്ങളും ശാരീരികമായി ദ്രോഹമുണ്ടാക്കുന്നവയായിട്ട് പോലും സ്വീകരിച്ചു. കുറെ കഴിഞ്ഞപ്പോ പിന്നെ കുട്ടികളില്ലായ്മ കാരണത്താൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലായി പല ദമ്പതികളും. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്താ നിമിത്തം, എന്താ കാരണം? അതുപോലെ തന്നെ കുട്ടികളെ അങ്ങനെ ദാരിദ്ര്യം ഭയം കാരണത്താൽ അങ്ങനെ വയറ്റിൽ വെച്ച് അബോർട്ട് ചെയ്യുന്നവരും, അതുപോലെ തന്നെ വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നവരും, കുടുംബാസൂത്രണത്തിന്റെ ഫാമിലി പ്ലാനിങ്ങിന്റെ സുന്ദര മോഹന വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായി കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയാണ്. അതിന് ചില ഡോക്ടർമാർ ഒത്താശയുണ്ട്, പലരുമുണ്ട്. അവിടെയൊക്കെ ചില ഗൂഢപദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് പല ആളുകളെയും പ്രസവം നടന്നു കഴിഞ്ഞാൽ പല ആളുകളും വളരെ ഗൂഢമായ ചില പ്ലാനിങ്ങും പദ്ധതികളും അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പല സമുദായത്തിൽപ്പെട്ട ആളുകളോടും പറയാണ് നിങ്ങൾക്ക് പ്രസവിക്കാൻ പാടില്ല. അങ്ങനെ പല സ്ത്രീകളും അവരുടേതായ ആ കഴിവിനെ നശിപ്പിച്ചിട്ടുണ്ട്. 1-2 കുട്ടികളായപ്പോ നശിപ്പിച്ചു കളഞ്ഞവർ. പുരുഷന്മാർ, ശസ്ത്രക്രിയക്ക് വിധേയരായ ആളുകൾ, ഇവര് ചിന്തിക്കുന്നുണ്ടോ ഈ മക്കളുടെ ആയുസ് ഇവരുടെ ഗ്യാരണ്ടിയിലാണോ? 1-2 മക്കളുള്ള രക്ഷിതാക്കൾ, ഉമ്മമാരവരുടെ ഗർഭശേഷി അവസാനിപ്പിക്കുന്നത്, പുരുഷന്മാരവരുടെ പ്രജനന ശേഷി അവസാനിപ്പിച്ച് ഷണ്ഡന്മാരായി മാറുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തുറപ്പായി ഉണ്ടായ മക്കളെക്കുറിച്ച് അവർക്ക് ആരാ ഉറപ്പ് കൊടുത്തിട്ടുള്ളത്? ഈ കുട്ടികൾ ഒന്നുകിൽ സ്വാഭാവികമായി മരിച്ചുകൂടെ? അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് പൊടുന്നനെ അവരുടെ ജീവൻ പൊലിഞ്ഞുകൂടെ? മക്കളുണ്ടായിപ്പോയി, ഇനി മൂന്നാമത്തെ എനിക്കൊരു മക്കൾ ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ നടക്കോ? ഉമ്മന്റെ ഗർഭധാരണ ശേഷി അവസാനിപ്പിച്ച് കളഞ്ഞില്ലേ, മുറിച്ചു നീക്കിയില്ലേ? അതുപോലെ തന്നെ പുരുഷന്റെ പ്രജനന ശേഷി അവൻ ഷണ്ഡത്വം സ്വീകരിച്ചില്ലേ? ഇനി ഒരു കുട്ടിയെ എവിടുന്ന് കിട്ടും? കിട്ടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, പ്രസവിക്കാനുള്ള ശേഷിയും പ്രജനന ശേഷിയും സന്താനോൽപാദനത്തിനുള്ള കഴിവുമൊക്കെ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ അള്ളാഹു നൽകുന്ന വരദാനമാണ്, അള്ളാഹു നൽകുന്ന നിഅമത്താണ്. ആ നിഅമത്തിനെ വേണ്ടെന്ന് വെക്കരുത്. അതേ അവസരത്തിൽ ഇസ്ലാം പറയുന്നു, നിങ്ങൾക്ക് 2 കുട്ടികൾക്കിടയിലുള്ള ആ കാലഘട്ടത്തെ നിങ്ങൾക്ക് ദീർഘിപ്പിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ തുടരെ ഗർഭിണിയാകുന്നു, അടുത്ത കുട്ടിക്ക് മുലപ്പാല് നൽകാൻ കഴിയാത്ത വിധം പ്രയാസപ്പെടുന്നു, അതല്ലെങ്കിൽ അവൾക്ക് ആരോഗ്യപരമായി പ്രശ്നങ്ങളുണ്ടെന്ന് പഠിച്ചറിഞ്ഞ ഒരു വിദഗ്ധനായ ഡോക്ടർ പറയുന്നു. അത്തരം ഘട്ടങ്ങളിൽ ഇസ്ലാം ചില മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അനുവാദം തരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കുന്നാ നഅ്സിലു വൽ ഖുർആനു യൻസിലു, ഞങ്ങൾ അസ്ൽ നടത്താറുണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തും. പക്ഷേ ഖുർആൻ അത് വിലക്കിയിട്ടില്ല. എന്താണ് അസ്ൽ എന്ന് പറഞ്ഞാൽ? അസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായ ബന്ധത്തിനിടക്ക് സ്ത്രീ പുരുഷ ബന്ധം നടക്കുമ്പോൾ ഭർത്താവ് തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് ആ ബീജം സ്ഖലിപ്പിക്കാതെ ബീജത്തിന്റെ സ്ഖലന സന്ദർഭത്തിൽ അവന്റേതായ ലൈംഗികാവയവം മാറ്റിവെക്കുക, ഊരിയെടുക്കുക,
എന്നുള്ളതിന്റെ പേരാണ് അസ്ല്, അഥവാ സ്ഖലനം പുറത്തേക്കാക്കി മാറ്റുക. ഇതാണ് അസ്ല്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം അനുവദിച്ചു, ഇസ്ലാം അതിന്റെ നിബന്ധനകളോടെ അനുവദിച്ചു. സഹാബത്ത് പറയാണ്, കുന്നാ നഅ്സിലു, ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. വൽ ഖുർആനു യൻസിൽ, ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അള്ളാഹു വിരോധിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ എന്തുദ്ദേശത്തിന് എന്നത് പ്രധാനമാണ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ടും കുട്ടികളെ വളർത്താൻ എനിക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടുമാണോ? ഹറാമാണ്, പാടില്ല. അതേ അവസരത്തിൽ ഈ രൂപത്തിലുള്ള തുടരെയുള്ള ഗർഭവും സന്താനങ്ങളെ പരിപാലിക്കലും അതിന്റെ ആവശ്യമായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വൽ വാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. ഒരു അമ്മമാര് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തുടർച്ചയായി 2 കൊല്ലം മുലയൂട്ടട്ടെ. അവർ മുലയൂട്ടൽ പൂർണ്ണമാക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇസ്ലാം പറഞ്ഞ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത്. ആ ഒരു കാലം, ആ ഒരു നിഅമത്ത് മക്കൾക്ക് തടയപ്പെടാതിരിക്കാൻ 2 ഗർഭങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തെ ദീർഘിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി താൽക്കാലികമായി ഗർഭധാരണം നടക്കാതിരിക്കാൻ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ താൽക്കാലിക മാർഗങ്ങൾ, അതും ശാരീരികമായ ഉപദ്രവം വരുത്താത്ത, ഇസ്ലാം നിരോധിക്കാത്ത, അള്ളാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത അത്തരത്തിലുള്ള അനുവദിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ രൂപത്തിലുള്ള നിയന്ത്രണം ആവാം എന്ന് പണ്ഡിത ലോകം ആ വിഷയത്തിൽ കൃത്യമായി തന്നെ ഫത്വ നൽകിയിട്ടുണ്ട്. ഫിഖ്ഹ് അക്കാദമിയുടെ കൗൺസിൽ ചേർന്നപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി തന്നെ പറഞ്ഞു, സന്താനോൽപാദനത്തിന്റെ കാര്യത്തിൽ, ഗർഭധാരണത്തിന്റെ കാര്യത്തിൽ താൽക്കാലികമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് അനുവദനീയമാണ്. എന്തിന്? ബിഖസ്ദിൽ മുബാഅദതി ബൈന ഫതറാത്തിൽ ഹംലി, ഗർഭങ്ങളുടെ ഇടക്കുള്ള കാലയളവ് ഒരു ദൈർഘ്യം കിട്ടുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി. എന്തിന്? ശർഈയായി അള്ളാഹു അനുവദിക്കുന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നെയും ഭാര്യാഭർത്താക്കന്മാര് മുശാവറ നടത്തിയും ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കരുത്. 2 കൂട്ടരും, ഭാര്യയുടെയും ഭർത്താവിന്റെയും തൃപ്തി അതിൽ പ്രധാനമാണ്. അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ ശർഈൽ വിരോധിക്കപ്പെട്ടതായിരിക്കരുത്. മാത്രമല്ല, നിലവിലുള്ള ഗർഭത്തിന് തടസ്സമുണ്ടാക്കുന്നതൊന്നും ചെയ്യാനും പാടില്ല. ഈ നിബന്ധനകൾക്ക് വിധേയമായി താൽക്കാലികമായി ഒരാൾക്ക് എന്ത് ചെയ്യാം? അവരുടേതായ ഗർഭധാരണം സമയം നീട്ടിക്കൊണ്ടുപോകാം. ഒരിക്കലും ആ കഴിവിനെ പരിപൂർണമായും അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അള്ളാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല. ആ ശേഷിയെ തന്നെ നശിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചു തന്നിട്ടില്ല. അതേ അവസരത്തിൽ ജീവൻ നൽകപ്പെട്ട ശേഷം ഗർഭഛിദ്രം നടത്തുന്നത് കൊലപാതകമാണ്. എന്നാൽ ജീവൻ നൽകപ്പെട്ട ശേഷമാണെങ്കിലും ഒരു അബോർഷൻ അല്ലാഹു അനുവദിക്കുന്ന ചില മേഖലകളുണ്ട്. ഗർഭധാരണം നടന്നു, കുഞ്ഞിന് ജീവനിട്ട് കഴിഞ്ഞു, എന്നാലും ചിലപ്പോ ചില അനിവാര്യ ഘട്ടങ്ങളിൽ ഗർഭഛിദ്രം ഇസ്ലാം അനുവദിക്കുന്നു. അതെപ്പോഴാ? ആ കുഞ്ഞവിടെ വളർന്നു കഴിഞ്ഞാൽ മാതാവിന്റെ മരണത്തിന് കാരണമായി തീരും. ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ, ഗർഭത്തിലുള്ള കുഞ്ഞ് ഇനിയും ആ ഗർഭം തുടർന്നാൽ മാതാവിന്റെ ജീവൻ അപകടത്തിലായി തീരുമെന്ന് സംശയത്തിനിടയില്ലാത്ത വിധം ഒരു ഡോക്ടർക്ക് ബോധ്യം വന്നാൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ പൊതു താൽപര്യമനുസരിച്ച് 2 തിന്മകളാണല്ലോ ഇവിടെ വരുന്നത്. ഉമ്മ അപകടമാണ്, കുട്ടി അപകടം. കുട്ടി മരിക്കണോ ഉമ്മ മരിക്കണോ? ഇവിടെ അത്തരം ഘട്ടങ്ങളിൽ ഇസ്ലാം കാണുന്നത് എന്താണ്? മാതാവിന്റെ രക്ഷയാണ് പ്രധാനം. മാതാവിന്റെ രക്ഷയാണ് പ്രധാനം. ഈ ഗർഭം മുന്നോട്ട് പോയാൽ ഉമ്മയും മരിക്കും, കുട്ടിയും മരിക്കും. ഏതാ വേണ്ടത്? ഉമ്മയുടെ ജീവനാണ് വില. കാരണം ഒരുപാട് കാലമായി ഈ കുട്ടിയെ നശിപ്പിച്ചാൽ ഉമ്മാക്ക് ജീവൻ കിട്ടോ? എങ്കിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാനായി ഇസ്ലാം പറയും. അത്തരം കാര്യങ്ങൾക്കൊന്നുമല്ല ഇന്നത്തേതായ അബോർഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പോ ഒരു ഡോക്ടർ പറയാണ്, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇനി പ്രസവിക്കാൻ പറ്റൂല, അതല്ലെങ്കിൽ ആ നിലക്കുള്ള രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ന്യായമായി തീരുന്ന ശർഈൽ പരിഗണിക്കപ്പെടുന്ന ആ രൂപത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ ഇസ്ലാം അനുവാദം നൽകുന്നു, നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട്. അതല്ലാതെ
ഒന്നും രണ്ടും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ആസ്പത്രിക്കാരോടൻ പറയാ എന്താ വേണ്ട, പുജാപ്പളിനോട് ഇങ്ങോട്ടും ചോദിക്കും, ഡോക്ടർ പറയണേ നിർത്തുകയെന്നാ പറയണേ, പ്രസവം നിർത്തുകയെന്നാ പറയണത്. നമ്മളായിരിക്കും ആയിക്കോട്ടെ എന്നാ പിന്നെ ചെയ്തളാ. ഹറാമല്ല ഈ പറഞ്ഞു കൊടുക്കുന്നത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൺട്രോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെതായ മാർഗങ്ങൾ സ്വീകരിക്കുക. ഒരു കാരണവശാലും അള്ളാഹു നൽകിയ ആ നിഅമത്തിനെ മുറിച്ച് നീക്കരുത്. അത് നീക്കിയാൽ പണ്ഡിതന്മാര് ചോദിക്കണം നമ്മളോട്, നിനക്കാര് ഓഫർ തന്നു നിന്റെ ജീവിച്ചിരിക്കുന്ന മക്കളെ നിനക്ക് എല്ലാ കാലവും ഉണ്ടാവുന്നു? അവരങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി, ഒന്നുകിൽ ആക്സിഡന്റിൽ പെട്ടു, അല്ലെങ്കിൽ സ്വാഭാവികമായി മരിച്ചുപോയി. ഇനി ഒരു കുട്ടിനെ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് പാടുപെട്ടാ കിട്ടുവോ? നശിപ്പിച്ചു കളഞ്ഞില്ലേ ആ നിഅമത്ത്, ആ അനുഗ്രഹത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഒരു നിഅമത്തിനെയും അവൻ പുറംതിരിഞ്ഞു നിൽക്കാൻ പാടില്ല. അതൊക്കെ സമൂഹത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഗർഭകാലം എന്ന് പറയുമ്പോ പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് അനാവശ്യമായ ഭീതി സമൂഹത്തിൽ നിന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ പലർക്കും ഗർഭിണിയായി എന്നറിയുമ്പോൾ തന്നെ എന്തോ ഒരു രോഗം ബാധിച്ച പോലുള്ളൊരു മാനസികാവസ്ഥയാണ്. കാരണം തുടങ്ങിയത് മുതൽ ആസ്പത്രികൾ കയറി ഇറങ്ങാൻ തുടങ്ങും. അത്യാവശ്യത്തിനൊന്നുമല്ല, പിന്നെ തുടർച്ചയായ ചെക്കപ്പാണ്. സന്തോഷവതിയായിരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. കാരണം അല്ലാഹു ഒരു നിഅമത്ത് തരാൻ പോവാണ്. വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആഗ്രഹിക്കാത്ത സമയത്തായി പോയെങ്കിൽ പോലും സന്തോഷമാണ് വേണ്ടത്, ഏറ്റവും വലിയ ആനന്ദമാണ് വേണ്ടത്. ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ട് സ്വകാര്യമായി ഇരുചവി അറിയാതെ പോയി അബോർട്ട് ചെയ്യലല്ല. ഞാൻ വിചാരിച്ച സമയത്തല്ല കിട്ടിയത്. ഇത് കുറെ കാലം കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യാഭർത്താക്കളായിട്ട് കുറെ കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് മദീനായിരുന്നു, ഇപ്പൊ ഉണ്ടായി പോയല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒരു കാരണങ്ങളില്ലാതെ അത് നശിപ്പിച്ചുകൂടാ എന്നാണ് ഇസ്ലാം പറയുന്നത്. മാത്രമല്ല സമൂഹത്തിൽ ഡോക്ടർമാര് തന്നെ പറയാറുണ്ട്, എന്താണ്, ഇതൊരു രോഗമല്ല, സന്തോഷവതിയായിട്ടിരിക്കണം, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം, ബെഡിലിങ്ങനെ കഴിഞ്ഞുകൂടേണ്ട ആളുകളല്ല, ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭ്യമാവണം, ജോലി ചെയ്യണം, നടക്കണം, യാത്ര ചെയ്യണം, ഒന്നും പ്രശ്നമില്ല. എന്നാൽ ചില കേസുകളിൽ ഡോക്ടർമാര് പറയും, ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ഗർഭം അലസിപ്പോകുന്ന, അബോർഷനായി പോകുന്ന ചില സ്ത്രീകൾ ഉണ്ടാകും, അവരോട് ചിലപ്പോൾ ബെഡ് റെസ്റ്റ് ഡോക്ടർ നിർദ്ദേശിക്കും. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ആ നിയമങ്ങൾ പാലിക്കണം എന്നതല്ലാതെ, ഇതിപ്പോ ഗർഭിണിയായി എന്നതിന്റെ പേരിൽ അല്ലെങ്കിലേ മടിയന്മാരാണ്, പിന്നെ വീണ്ടും മടി, പിന്നെ സാധാരണ ചെയ്തിരുന്ന ജോലികൾ വരെ ചെയ്യൂല, എന്താ ഓൾക്ക് ഗർഭ, അങ്ങനെ പിന്നെങ്ങനെ നടക്കുക. ശാരീരികമായിട്ട് ഒരു വ്യായാമമല്ല. വാസ്തവത്തിൽ ഇസ്ലാം പറയുന്നത് എന്താണ്? 5 നേരത്തെ നിസ്കാരം തന്നെ. ഇപ്പൊ ആധുനികമായ ഡോക്ടർമാർ ആരോട് നമ്മൾ ചോദിച്ചു നോക്കിയാലും ഗർഭിണികളായ ആളുകൾ സ്ഥിരമായി ചെയ്യേണ്ടുന്ന വ്യായാമങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെയൊക്കെ രൂപങ്ങൾ നിങ്ങൾ നോക്കൂ. കുനിഞ്ഞു നിന്നിട്ടുള്ള വ്യായാമം, റുക്കൂഴിനോട് സാദൃശ്യം, സുജൂദിൽ കിടക്കുന്നത് പോലെയുള്ള രൂപം, 2 തശഹുദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെയുള്ള രൂപം, ഇതൊക്കെ ഇസ്ലാം 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ ചിട്ടയോടുകൂടി ദുഹാ നിസ്കാരം, അങ്ങനെ എല്ലാ നിസ്കാരങ്ങളും ഗർഭിണികൾ മറ്റുള്ളവരെ പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ കണിശമായി കൊണ്ടുവരികയും അതൊരു വ്യായാമം എന്ന നിലക്കല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതോടൊപ്പം അതിന് ഈ നേട്ടം കൂടിയുണ്ട്. പരമമായി പരലോകത്തെ ലക്ഷ്യം വെക്കുകയും അതിന്റെ കൂടെ ഭൗതികമായി നമുക്ക് വന്നു ചേരുന്ന രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ നമ്മുടെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നത് തെറ്റല്ല. അതേ അവസരത്തിൽ മെയിൻ ഉദ്ദേശം എന്താവാൻ പാടില്ല? ഈ ലോകത്ത് കിട്ടുന്ന സൗകര്യങ്ങളാവരുത്. അത് ഏത് ഇബാദത്തിനും അങ്ങനെയാണ്. ഒരാൾ നോമ്പെടുക്കുന്നു, എന്തിനാ? കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും BP കുറയാനും ഒക്കെ ആണെങ്കിലോ പരലോകത്തവനൊന്നുമില്ല. അതേ അവസരത്തിൽ ഒരാൾ നോമ്പെടുക്കുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം കിട്ടണം, ആ പ്രതിഫലം കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുക്കുന്നു. അതിന്റെ കൂടെ ഭൗതികമായിട്ട് ശാരീരികമായിട്ട് ചില ഗുണങ്ങളും ഉണ്ട്, അതയാൾ മനസ്സിൽ കരുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരമമായ ലക്ഷ്യം അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും വലിയ തൃപ്തിയും പാപമോചനവും പരലോക വിജയവും നരകമോചനവും സ്വർഗലബ്ധിയും അതൊക്കെ ആയിത്തീരണം എന്ന് മാത്രം. അപ്പൊ ഗർഭകാലാണെങ്കിലും പല പെണ്ണുങ്ങളും അല്ലെങ്കിലേ മടിയന്മാരാ, പിന്നെ സുന്നത്തുസ്കാരമൊക്കെ കൊണ്ട് ഒഴിവാക്കും. വെയ്യാന്നാ പറയാ. എന്ത് വയ്യ? ഇങ്ങനെ വയ്യാന്നാ പറയാ. വാസ്തവത്തിൽ റുക്കൂഴും സുജൂദും ഒക്കെ അവർക്ക് ഗർഭിണികളായ സ്ത്രീകൾക്ക് ആവശ്യമായ വ്യായാമ മുറകൾ ഡോക്ടർമാര് നിർദ്ദേശിക്കുമ്പോൾ കാണുന്ന രൂപങ്ങളൊക്കെ റഹ്മാനായ അള്ളാഹു ഈ നിസ്കാരങ്ങളുടെ രൂപങ്ങളിൽ വളരെ കൃത്യമാണ്.
ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും ഉണ്ടാകാൻ, അവരുടെ പേശികൾക്ക് അയവ് കിട്ടാൻ, നല്ല ബലം കിട്ടാൻ, ഉന്മേഷം ലഭ്യമാവാൻ, പിരിമുറുക്കം കുറയാൻ, മാനസിക സംഘർഷത്തിന് അയവ് വരാൻ, എല്ലാം വളരെ കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചു തന്ന സംവിധാനങ്ങളിലുണ്ട്. അപ്പൊ പ്രാർത്ഥനയും ഇബാദത്തൊക്കെ കൂട്ടുകയാണ് വേണ്ടത്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ, ഇരിക്കാം. അതിനും കഴിയില്ലേ, കിടക്കാം. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇബാദത്തുകളിൽ ഗർഭകാലമാണെന്ന് വിചാരിച്ചുകൊണ്ട് മാന്ദ്യം അനുഭവപ്പെടാൻ പാടില്ല. മാത്രമല്ല അവൾ ഓർക്കേണ്ട സമയമാണത്. എന്ത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഉമ്മ അവനെ ഗർഭം ചുമന്നത് എന്ന് അല്ലാഹു തആല പറയുന്നില്ലേ? ഗർഭിണികളായ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ് ആണ് അവരുടെ ഗർഭകാലം. അവർക്ക് ചിന്തിക്കാൻ കഴിയണം, ഇതായിരുന്നു ഉമ്മ സഹിച്ച ത്യാഗം എന്നത്. ആണുങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു പെണ്ണിന് തന്റെ ഗർഭകാലത്തെങ്കിലും അത് മനസ്സിലാവും. ഉമ്മമാര് സഹിക്കുന്ന ത്യാഗം എങ്ങനെയുണ്ട്. ഞാൻ ഈ സഹിച്ച വേദനയേക്കാൾ ഒരു പക്ഷേ എന്റെ ഉമ്മ എന്നെ ഗർഭപാത്രത്തിലിട്ട് കൊണ്ടു നടന്നപ്പോ എന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ടാകും. ജീവിച്ചിരിക്കുന്ന ഉമ്മയാണെങ്കിൽ അവരോടുള്ള കടമകളും കടപ്പാടുകളും ഓർക്കുകയും അവർക്ക് കൂടുതൽ ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുക. അവർ മരണപ്പെട്ടു പോയെങ്കിൽ ആ ഓർമ്മകൾ വരുമ്പോഴും എപ്പോഴും തന്നെ നൊന്ത് പ്രസവിച്ച മാതാവിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുവാനുള്ള അവസരമായി കാണുക. അതൊക്കെ ഗർഭകാലത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ ഇപ്പൊ എത്ര പ്രയാസപ്പെട്ടിട്ടാ നടക്കുന്നത്, ഇരിക്കുന്നത്, തിരിയാനും മറിയാനും വയ്യ, കിടക്കാൻ വയ്യ. ആ പ്രയാസം ഇതൊക്കെ എന്റെ ഉമ്മ അനുഭവിച്ചിട്ടില്ലേ? എന്റെ ഉമ്മയും ഇത് അനുഭവിച്ചിട്ടില്ലേ? ഒരു പെണ്ണിന് ഓർക്കാൻ പറ്റിയ, തന്റെ ഉമ്മയുടെ കഷ്ടപ്പാട് ഓർക്കാൻ പറ്റിയ ഒരു വേളയാണത്. ഉമ്മമാരെ ഓർക്കുമ്പോൾ, അത് ആണായാലും പെണ്ണായാലും, നമ്മുടെ ഉമ്മമാരെ ഉപ്പമാരെയൊക്കെ എല്ലാവരെയും ഓർക്കുമ്പോൾ അവരുടെയൊക്കെ ത്യാഗങ്ങൾ ഓർമ്മ വരുമ്പോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മരിച്ചുപോയവരാണെങ്കിൽ അവരുടെ ഖബർ സന്തോഷത്തിലാക്കാനും അവരുടെ പാപങ്ങൾ പൊറുക്കാനും നമുക്കും അവർക്കും ഒരുമിച്ച് ജന്നത്തിലേറാനുമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഗർഭം. ആ ചുമക്കുവാനുള്ള ഒരവകാശം, ഒരു നിഅമത്ത് തനിക്ക് തന്നു എന്നതാണ് ഒരു സ്ത്രീ ഇത്തരം കാലഘട്ടങ്ങളിൽ അവൾ ചിന്തിക്കേണ്ടത്. ഈ അവസരങ്ങളിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുമുണ്ട്. ഗർഭകാലത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ കിണറ്റിലേക്ക് നോക്കാൻ പാടില്ല. ചില നാടുകളിലേ ഉണ്ടാവുള്ളൂ, എല്ലാ നാടുകളിലും ഉണ്ടാവില്ല. അപ്പൊ ഈ കേൾക്കുന്ന ശബ്ദത്തിൽ ചില നാടുകളിൽ ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് അറിയുണ്ടാവും ചിലർ, അവരത് കേട്ടിട്ടുണ്ടാവില്ല. വേറെ ചില നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടായിരുന്നല്ലേ, ശരിയാണ് എന്ന് അവർ പറയുന്നുണ്ടാവും. എന്തായിരുന്നാലും സമൂഹത്തിൽ കാണുന്ന ചിലതാണെന്ന്. കിണറ്റിലേക്ക് നോക്കാൻ പാടില്ല, ഗുഹയിലേക്ക് നോക്കാൻ പാടില്ല. എന്താണ്? ഒരു അബ്ദുസ്സമദ് ഫൈസി കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഒരു മൂല്യര് എഴുതി വെച്ച ബുക്കെന്നാ ഞാൻ വായിക്കുന്നതാണ് ആ പുസ്തകം. സർവ്വരോഗ ചികിത്സാ മുറകൾ എന്ന അബ്ദുസ്സമദ് ഫൈസി കരുവാരക്കുണ്ട്. ഇതിന് മഹാന്മാരൊക്കെ അവതാരിക എഴുതി കൊടുത്ത പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 186 പേജിൽ നോക്കുകയാണ്, ഗർഭിണികൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പറയാണ്. കിണറിലേക്ക് നോക്കൽ, ഗുഹയെ നോക്കൽ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഗർഭം പൂർണ്ണമാവാതെ പ്രസവിച്ചു പോവുകയോ വയറ്റിലിരുന്ന് ശോഷിക്കുകയോ മരിക്കുകയോ ചെയ്യാൻ ഇടവരുന്നതാണ്. ആരാ ഇയാളോട് പറഞ്ഞത്? ആരാണ് ഈ മൗലവിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത്? ഇയാളാണോ ഇതിന്റെ ആള്? ഈ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ വളർച്ചയും കാര്യമൊക്കെ ഗുഹയിലേക്ക് നോക്കാൻ പാടില്ല, ആഴത്തിൽ കിണറ്റിലേക്ക് നോക്കാൻ പാടില്ല. ആ കുട്ടി മരിച്ചു പോകും, അല്ലെങ്കിൽ ഇടയിൽ ശോഷിച്ചു പോകും, അല്ലെങ്കിൽ ഗർഭം അലസിപ്പോകും. അത്രേ. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ എഴുതി വിടുന്നത് കേട്ടോ. ഈ പുസ്തകത്തിന്റെ 186 പേജിലുള്ളതാണ്. മാത്രല്ല, നമ്മുടെ നാട്ടിൽ ഗർഭാണ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങി കാലിന്റെ തുടമലും അരമ്മലും കയ്യിലും ഒക്കെ പിന്നെ മിനി കണ്ടൻസറുകളായി. ഏലസ്, ഉറുക്ക്, നറുക്ക്, കാളം വരച്ചും എല്ലാം എഴുതിയിട്ടും കഴുത്തിലും ഒഴിവില്ല, മാറത്തും ഒഴിവില്ല, അരയിലും ഒഴിവില്ല, കൈത്തണ്ടയിലും ഒഴിവില്ല. എല്ലായിടത്തും നറുക്കും മുറുക്കും കൊണ്ട്, ഏലസും കൊണ്ട് വരിഞ്ഞ് മുറുക്കി അതാകെ എന്തോ ഒരു വലിയ രോഗിയപ്പത്. അതാ ഞാൻ പറഞ്ഞു, വലിയ രോഗം ബാധിച്ചിട്ട് അതിനുള്ളൊരു ചികിത്സയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ശൈത്താന്റെ ഉപദ്രവമൊന്നും ഇല്ലാതിരിക്കാൻ ഇങ്ങനെ ഏലസും ഇതൊക്കെ ആ രൂപത്തിൽ വെടി തട്ടാത്ത നിലക്കുള്ള ഏലസും കൊണ്ടൊക്കെയാണ് ഓരോരുത്തരും നടക്കുകയാണ്. നല്ല മുടുക്കൻ കുട്ടിയാണ് വളരുന്നത്, ഇവരിഞ്ഞൊന്നും പറ്റൂല എന്നുള്ള മട്ടിൽ അങ്ങനെ എഴുതി വെക്കുന്നത് എന്താണ്? അന സുൽത്താൻ ഇബ്രാഹിം ബാദിഷാ. ഒരു ഉറുക്ക് തുറന്നു നോക്കുമ്പോ ഇങ്ങനെ പിരിച്ച് ചുരുട്ടി വെച്ചതാ. അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിൽ എഴുതാനും കൂടി നേരല്ല. കാരണം ഇതൊരു ബിസിനസ് അല്ലേ, പേന കൊണ്ട് എഴുതുന്നതിനേക്കാണല്ലേ സീലടിക്കലല്ലേ.
അപ്പൊ സീലടിച്ചിരിക്കുകയാണ്. എന്താ വായിച്ചു നോക്കുമ്പോ അന സുൽത്താൻ ഇബ്രാഹിം ബാദിഷാ ഇസ്മീല ഖൈറിൽ ബരിയത്തിൻ തമാ. അതിൽ എഴുതിയിട്ടുള്ളതാ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇബ്രാഹിം ബാദിഷയാണ് നേർവാടിയിലെ, ഞാൻ സുൽത്താൻ ഇബ്രാഹിം ബാദിഷയാണ്. ഇസ്മി എന്റെ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ട മഹാനവറുകളാണ് ഞാൻ. ഇതും കൊണ്ട് നടന്ന് എനിക്ക് ഇനി ഒന്നും പറ്റൂല. അതാ വെടി തട്ടാത്ത ഏലസ് എന്ന് പറയുന്നത്. വെടിയാണ് വെച്ചാണ് കൊള്ളൂല. കണ്ടോ, ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട വരെ അങ്ങോട്ട് തട്ടിയപ്പോ തെറിച്ചു പോയിട്ടുണ്ട്. കാരണം എന്താ അവിടെ ഉള്ളതേ. ഈ രൂപത്തിൽ പെണ്ണിനെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഉറുക്കും നറുക്കും ഏലസുകളും ആ രൂപത്തിൽ മഹാത്മാക്കളായ ആളുകളുടെയൊക്കെ പേരെഴുതിയിട്ടും ജിന്നുകളുടെ പേര്, മലക്കുകളുടെ പേര്, നബിമാരുടെ പേര്, അങ്ങനെ പലതും എഴുതി കളങ്ങളും അക്കങ്ങളും നമ്പറുകളും ഒക്കെ ഇട്ട് പിഞ്ഞാണം എഴുതി കുടിപ്പിക്കൽ തുടങ്ങും പ്രസവം വരെ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ മാത്രമല്ല അതിന്റെയൊക്കെ പേരിൽ പിന്നെ സമൂഹത്തിൽ പ്രസവ നേരത്തും ഒരുപാട് ശിർക്കൻ സമ്പ്രദായങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് 7-ാം മാസം ആയാലുണ്ട് ഒരു പള്ള കാണാൻ വരവ്. വല്ലാത്തൊരു പള്ള. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളാ വരുന്നത്. എവിടുക്കാ? പള്ള കാണാൻ പോവുകയാണ്. ഇത്ര വലിയൊരു പള്ള കാണാനാണല്ലോ ഇപ്പൊ ഈ പോണത് ഒരുപാട് ആൾക്കാർ. പള്ള കാണാൻ പോകുമ്പോ ഫ്രിഡ്ജുണ്ട്, കട്ടിലുണ്ട്, വലിയ വാഴക്കൊലുണ്ട്, എന്തൊക്കെ ഓരോ നാട്ടിലുള്ള മാമൂലനുസരിച്ചെങ്കിൽ പള്ള കാണാൻ പോകുമ്പോൾ വലിയ സംവിധാനങ്ങളാണ്. ആ പെണ്ണിന്റെ വീട്ടിലുള്ള അടുക്കളയിലേക്ക് ആവശ്യമായതൊക്കെ ഫർണിച്ചർ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. വല്ലാത്തൊരു പള്ള കാണാൻ പോക്ക്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ വിവരമില്ലാത്ത ആൾക്കാർ ഈ ചെയ്യുന്ന സാധാരണക്കാരന്റെ സർവ്വമാമൂലിയൻ ദുരാചാരങ്ങൾക്കും മുസ്ലിയാക്കന്മാരതിന് തെളിവുണ്ടാക്കിയാലോ? അന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. 1987 നവംബർ 11 ഇറക്കിയ അൽ മുബാറക് വാരിക. മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ആളായിരുന്നു അന്നതിന്റെ എഡിറ്റർ. അയാളൊന്നും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ആ പത്രന്നില്ല. 1987 നവംബർ 11 അൽ മുബാറക് വാരികയിലെ പേജ് 6. അതിന്റെ ഹെഡിങ് എന്താ അറിയോ? ആമിന റായുടെ പള്ള കാണൽ. ആമിന റായുടെ പള്ള കാണൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആമിന ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ പള്ള കാണാൻ വേണ്ടി ഓരോ മാസം ഓരോ നബിമാര് വന്നു എന്നാണ് മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് എഴുതാണ് എന്ത്? അതിലുള്ള വരികൾ നിങ്ങൾ നോക്കൂ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരാചാരമാണല്ലോ നമ്മുടെ നാട്ടിൽ നടന്നു വരാറുള്ള ഒരാചാരമാണല്ലോ പള്ള കാണൽ ചടങ്ങ്. അവരെഴുതിയതായി പറയുന്നു കേട്ടോ, ആ വാചകൻ എന്റേതല്ല. നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഒരാചാരമാണല്ലോ പള്ള കാണൽ ചടങ്ങ്. ഈ ചടങ്ങിന്റെ പ്രോദ്ഘാടനം നിർവഹിച്ചത് മഹാന്മാരായ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. കണ്ടോ, നമുക്ക് അത്ഭുതമുണ്ട്. ഇവർക്കെന്തും പറയാലോ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ പള്ളകാണൽ ചടങ്ങിന്റെ പ്രോദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നബിമാര്. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഗർഭം ധരിച്ചപ്പോ തെളിവെന്താ? അതിലേറെ രസം. തെളിവ് മൗലിദ് കിതാബ് ശറഫുൽ അനാം മൗലിദിൽ കാണാം. മർക്കസിൽ നിന്നൊക്കെ ഇറക്കുന്നത് ശറഫുൽ മൗലിദിലുണ്ട്, എല്ലാ മൗലിദിലുണ്ട്. വല്ലപ്പോഴൊന്ന് സഹീഹാക്കിയ മൗലിദിനുണ്ടല്ലോ, അതിലുണ്ട്. ആ മൗലിദിലുണ്ട്. എന്താ പറഞ്ഞറിയോ? അവല ശഹരിൻ മിൻ ശുഹൂരി ഹംലിഹാ അതാഹാ ഫിൽ മനാമി ആദം. 1-ാം മാസത്തിൽ ആദം നബി വന്നു. വഅലമഹ, എന്നിട്ട് ആമിന ബീവിയോട് പറഞ്ഞു, അന്നഹാ ഹമലത് ബി അജല്ലിൽ ആലം, ലോകത്തുള്ള ഏറ്റവും മഹാനെയാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് വന്നിട്ട് പറഞ്ഞു. അശ്ശഹ്റു സാനി അതാഹാ ഫിൽ മനാമി ഇദ്രീസ്, 2-ാം മാസത്തിൽ ഇദ്രീസ് നബിയാണ് വന്നത്. അശ്ശഹ്റു സാലിസ് അതാഹാ ഫിൽ മനാമി നൂഹ്, അതേ 3-ാം മാസത്തിൽ സ്വപ്നത്തിൽ വരുന്നത് നൂഹ് നബിയാണ്. അശ്ശഹ്റുർ റാബിഉ അതാഹാ ഫിൽ മനാമി ഇബ്രാഹിമുൽ ഖലീൽ, 4-ാം മാസത്തിൽ ഇബ്രാഹിം ഖലീലാണ് വരുന്നത്. അശ്ശഹ്റുൽ ഖാമിസ് അതാഹാ ഫിൽ മനാമി ഇസ്മാഈൽ, 5-ാം മാസത്തിൽ ഇസ്മായിൽ നബിയാണ് വന്നത്. അശ്ശഹ്റു സാദിസ് അതാഹാ ഫിൽ മനാമി മൂസൽ കലീം, 6-ാം മാസത്തിൽ മൂസാ നബിയാണ് വന്നത്. അശ്ശഹ്റു സാബിഉ അതാഹാ ഫിൽ മനാമി ദാവൂദ്, 7-ാം മാസത്തിൽ ദാവൂദ് നബി വന്നു. അശ്ശഹ്റു
സുലൈമാൻ, 8-ാം മാസത്തിൽ സുലൈമാൻ നബിയാണ് വന്നത്. അശ്ശഹ്റു താസിഉ അതാഹാ ഫിൽ മനാമി ഈസൽ മസീഹ്, 9-ാം മാസത്തിൽ സ്വപ്നത്തിൽ ഈസാ നബിയാണ് വരുന്നത്. എല്ലാവരും വന്നിട്ട് ഗർഭിണിനെ ആശ്വസിപ്പിച്ചു എന്നാണ്. അപ്പൊ പള്ള കാണാന്ന് പറഞ്ഞാൽ പോയിട്ട് ഗർഭിണിനെ ആശ്വസിപ്പിക്കലാണ്. ബേജാറാവൊന്നും വേണ്ടട്ടോ, സംഗതിയൊന്നും കുഴപ്പമില്ലട്ടോ, സംഗതിയൊക്കെ അതൊക്കെ എല്ലാവർക്കും ഉള്ളതന്നെ, ബേജാറാവൊന്നും വേണ്ട. ഇങ്ങനെ പറയാനാണ് നമ്മുടെ നാട്ടിൽ പറയില്ല. പേര് പള്ള കാണുന്നതാണ്, ആരും പള്ളം തുറന്നു നോക്കൂല എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും. അതൊക്കെ നിങ്ങൾ അങ്ങനെ പറയേണ്ടതൊന്നുമില്ല, അതൊക്കെ ഒരു പേരിട്ടു എന്നുള്ളൂ. നെയ്യപ്പത്തിൽ നെയ്യൊന്നുമില്ലല്ലോ, മുതലക്കുളം മൈതാനില്ല, മുതലില്ല, കുളമില്ല, മൈതാനമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്, ഒരു പേരുള്ളൂ. എന്തോ കേട്ടെ ഇതിന് പ്രോദ്ഘാടനം നിർവഹിച്ച നബിമാരാ. തെളിവ് ആയത്തോ ഹദീസൊന്നുമില്ല. ആരാ ഇയാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത്? തെളിവ് ആയത്തോ ഹദീസൊന്നുമില്ല. തെളിവും മൗലൂദ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കള്ളിൽക്ക് കൂട്ടാൻ പന്നിയിറച്ചി കാരണമായിരി ഒക്കെ എല്ലാം ഒന്നെ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ രൂപത്തിൽ സഹോദരന്മാരെ അങ്ങനെ ഒരുപാട് ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ ഒരു ഗർഭകാലവുമായിട്ട് നടക്കുകയാണ്. മാത്രല്ല ഈ സമയത്തൊക്കെ എന്നാണ് ഒരു വിശ്വാസിയായ ഒരു മുസ്ലിം സ്ത്രീ അവൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് എളുപ്പമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ. അതേ അവസരത്തിൽ അവിടെയും എന്താണ്, ഈ സർവ്വരോഗ ചികിത്സാ മുറകൾ എന്ന ബുക്കിന്റെ 189-ാമത്തെ പേജിൽ എഴുതുകയാണ്, പ്രസവ വേദനയുണ്ടാകുമ്പോൾ മൊഹീദ്ദീൻ മാല, നഫീസത്ത് മാല തുടങ്ങിയ മഹാത്മാക്കളുടെ മദ്ഹീതങ്ങൾ പാടുക എന്ന പതിവ് നമുക്കിടയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. പഴഞ്ചൻ ആചാരമായി കണക്കാക്കിയതിന്റെ പേരിലും പ്രസവം കൂടുതലും ആസ്പത്രിയിലായ കാരണത്താലും മറ്റും സമൂഹത്തിൽ ആ സമ്പ്രദായം ഏറെക്കുറെ എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണിന്ന്. സങ്കടം എഴുതിയതാവും പേര്. ഇപ്പൊ സങ്കടത്തോടെ പറയാണ്. പണ്ടൊക്കെ നഫീസത്തുമാലയാണ് പാടിയ കുട്ടി പേറുമായിരുന്നു, മൊഹീദ്ദീൻ മാല പാടിയാല്. അതെന്താ നഫീസത്തുമാല ഈ പറയണതാണ്, ഇത് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് മാലയാണെന്നാ. പണ്ട് ഫറൂഖില് കാന്തപുരത്തിന്റെ കെയർ ഓഫിൽ ഒരു ഹോസ്പിറ്റൽ എടുത്തപ്പോ അതില് മാല ചൊല്ലിയിട്ട് പ്രത്യേകം പ്രസവിപ്പിക്കുന്ന വാർഡുണ്ടായിരുന്നു എന്നാ പറയണത്. നഫീസത്ത് മാല ചൊല്ലിയിട്ട് മാലാ തെറാപ്പി. എന്താണ്? ശമിത്തൊരു സ്ത്രീക്ക് പേറ്റ് നൊമ്പലം വീടീത്തെ, ശശികെട്ട് 2 നാൾ വരെ ബേജാറിൽ നീലത്തെ, സമയമിന്തേ ബീവി പേരിൽ നേർച്ചയെ കൂഫിത്തേ, സതിയം മോളി മുടിയും മുന്നവേളും പെറ്റേ. നഫീസത്ത് മാല എന്ന് പറയുന്ന മാലപ്പാട്ടിലുള്ള വരികളാ. അതെന്താ അറിയോ? ഒരു സ്ത്രീ പേറ്റുനൊമ്പലം പിടിച്ചിട്ടിങ്ങനെ കിടന്ന് തള്ളാണ്. അങ്ങനെ 2 നാൾ കഴിഞ്ഞിട്ടും ബേജാറാണ്, കുട്ടി പ്രസവിച്ച് ഇറങ്ങുന്നില്ല. സമയമിന്തേ ബീവി പേരിൽ നേർച്ചയെ കൂഫിത്തേ, ബീവിയുടെ പേരിൽ നേർച്ചയാക്കി, നഫീസത്ത് ബീവിയുടെ പേരിൽ നേർച്ചയാക്കിയപ്പോ സാധ്യം മൊളി മുടിയും മുൻ അവളും പെറ്റേ, പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് അങ്ങ് പ്രസവിച്ചു. മാത്രമല്ല നിജമ പേറ്റിന്നോവതിയിൽ കുട്ടി തല ആടിത്തേ, നത്ത ദുഃഖം ബുക്ക് 2 നാണയം മേടുത്തേ, മജമുടെ ബി പേരിൽ നേർച്ച കൂറി കൈമൽ കെട്ടി, വേളയിൽ പീറന്ത് നല്ല യോഗിതത്തിൻ കുട്ടി. നഫീസത്ത് മാറിയിലുള്ള വരികളാ. എന്താ? കുട്ടി തല അടിച്ചതാകാണ്, കുട്ടി പുറത്തേക്ക് പോരുന്നില്ല, പെൺകുട്ടിയാകെ ബേജാറിലാണ്, ആകെ ഇടങ്ങാറായിരിക്കുമ്പോ 2 നാണയം 2 കാലുറുപ്പ് എടുത്തിട്ട് നഫീസത്ത് ബീവിയുടെ പേരും പറഞ്ഞുങ്ങാണ്ട് കൈമലാണ് കെട്ടിയ, വേളയിൽ പിറന്ന് നല്ല യോഗിതത്തിൻ കുട്ടി, ഉഷാറായ മുടുക്കൻ കുട്ടീൻ പുറത്തേക്ക് ചാടിയില്ലേ. ആലോചിച്ച് നോക്ക്. പ്രസവം എളുപ്പാകാൻ വേണ്ടിയിട്ട് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാട് നടത്തുക, ഏലസ് കെട്ടുക, നേർച്ചയാക്കിയിട്ട് ആ കാശ് കയ്യമ്മ കെട്ടുക, പെട്ടെന്ന് പ്രസവം നടക്കുക. നഫീസത്ത് ബീവിയോട് എളുപ്പാക്കാൻ വേണ്ടി പറയുക. ഇതൊക്കെയാണോ സഹോദരന്മാരെ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും പ്രയാസകരമായൊരു ഘട്ടം തന്നെയാണല്ലോ. അള്ളാഹുവിനെയാണ് ആ സമയത്ത് വിളിക്കേണ്ടത്, റബ്ബിനോടാ പറയേണ്ടത്. അമ്മയുജീബുൽ മുദ്തറ ഇദാ ദആ, ഏറ്റവും പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അവനെ വിളിച്ചാൽ ഉത്തരം നൽകുന്നവൻ, നീ ബുദ്ധിമുട്ടുന്നവൻ വിളിച്ചാൽ അവന്റെ വിളി കേൾക്കുന്നു, ഉത്തരം ചെയ്യുന്നവൻ റബ്ബല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇലാഹും അല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ മറ്റു വല്ല ഇലാഹുകളുമുണ്ടോ? കേട്ടോ, പ്രയാസം വരുന്ന സമയത്ത് പോലും ഇങ്ങനെ നഫീസത്തുമാല ചെല്ലാനും ബുറുദ ചെല്ലാനും മഹാന്മാരെ വിളിക്കാനും അവരുടെ പേരിൽ നേർച്ച വഴിപാട് നടത്താനും എന്നിട്ട് ആ നേർച്ച നേർന്ന പൈസ കയ്യുമ്മലും കാലുമ്മലും ഒക്കെ കെട്ടാനും ഇങ്ങനെ തകിടിലെഴുതാനും
കളങ്ങൾ എഴുതാനും ഈ രൂപത്തിലൊക്കെയുള്ള സംവിധാനങ്ങളാ ചെയ്തു കൊടുത്തത്. മാത്രല്ല, ഇനി കണ്ടോളൂ, താഴെ കാണുന്ന കളവും ചുറ്റും ബിസ്മിയും സലാത്തും ഒരു കടലാസിൽ എഴുതി ഗർഭിണിയിൽ കെട്ടുക. മറ്റൊന്ന്, പ്രസവിക്കാൻ പ്രയാസമായാൽ താഴെ കാണുന്ന കളങ്ങളെ എഴുതി കെട്ടുകയും എഴുതി കുടിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ കണ്ടോ? ഞാനിത് കണ്ടോ? ഇതൊക്കെ കളങ്ങളാണ്. ഇതൊക്കെയാണ് എഴുതേണ്ടത്. കണ്ടോ? ഒരു 4 കളം, ഇങ്ങനെ ഓരോ കളങ്ങൾ, ഒരു ബാ, ത്വാ, ദാല്, സാ, ഹാ, ജീമ്, വാവ്, അലിഫ്, ഹാ, ഇങ്ങനെ കെട്ടിട്ട് ഇതൊക്കെയാണ് എഴുതിയിട്ട്. പ്രസവിക്കാൻ പ്രയാസമായാൽ താഴെ കാണുന്ന കളങ്ങളെ എഴുതിക്കെട്ടുകയും എഴുതി കുടിപ്പിക്കുകയും ചെയ്യണം. പിന്നെ വേറൊന്ന്, താഴെ കാണുന്നവയെ പ്രസവവേദന അനുഭവിക്കുന്നവൾക്ക് കുടിപ്പിക്കുകയും അവളുടെ മുഖത്ത് തെളിക്കുകയും ചെയ്യുക. അതെന്താണെന്നറിയോ? അതിലെന്താ പറയുന്നത്? ഉഖ്റുജ് അയ്യുഹൽ വലദു മിൻ ബത്നിൻ ലീഖിൻ മിൻ റഹ്മിൻ ലീഖിൻ ഇലാ സഅതി ദുനിയാ. അതുകൊണ്ടാ തുടങ്ങുന്നത്. കുട്ടിനോട് പറയാണ്, ഉഖ്റുജ്, ഇറങ്ങടാ പുറത്തേക്ക്. അയ്യുഹൽ വലദ്, കുട്ടി പുറത്തേക്ക് വാടാ. മിൻ ബത്നിൻ ലീഖിൻ, ഞെരുങ്ങിയ പള്ളന്റെ ഉള്ളെന്ന്, ഒമിൻ റഹ്മിൻ ലീഖിൻ, ഇടുക്കമുള്ള ഗർഭാശയത്തിൽ നിന്ന്, ഇലാ സഅതി ദുനിയാ, വിശാലമായ ദുനിയാവിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ മോനെ, കഷ്ടപ്പെടുത്തല്ലേ എന്ന് കുട്ടിനോട് പറയാ. ഇത് കുടിപ്പിക്കുകയും ചെയ്യാം, മുഖത്ത് തെളിക്കുകയും ചെയ്യാം. ആലോചിച്ച് നോക്ക്, സർവ്വരോഗ ചികിത്സാ മുറകളാണ്. അപ്പോ ഇതൊക്കെ ഇന്ന് സമൂഹത്തിലെ ആളുകളുടെയൊക്കെ വീടുകളിൽ സ്വകാര്യമായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് വീടുകളിൽ. ചെന്ന് നോക്കിയാൽ കാണാൻ ചില തൊട്ടിൽ നേരെ ഈ ലിസ്റ്റുകൾ ഇങ്ങനെ, കുട്ടിനെ കടത്തിയ തൊട്ടില്ലേ, ഇങ്ങനെ തൊട്ടിലിന്റെ കയറുമ്പോൾ കുറെ കടലാസുകൾ ഒക്കെ എന്താ ഈ വരയും കുറിയും കള്ളിയും കോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിക്കാണ്. കുട്ടിക്ക് പ്രയാസമൊന്നും ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണോ ഇത്? ഇസ്ലാം പറഞ്ഞതാണോ ഇത്? ഇസ്ലാം നിർദ്ദേശിച്ച ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അത് ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ചൊല്ലാനെന്നോ പ്രസവിക്കാൻ വേണ്ടി പ്രസവ സമയത്ത് ചൊല്ലാനെന്നോ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പ്രത്യേകം ദിക്റുകളൊന്നുമില്ല. അതേ സ്ഥലത്തിൽ റബ്ബിനോട് എപ്പോഴും പറയാ, റബ്ബെ എളുപ്പമാക്കണേ, പ്രയാസമാക്കരുതേ, ഒക്കെ റബ്ബിനോടായിരിക്കണം എന്ന് മാത്രം. അള്ളാഹുവിനോടാ സങ്കടം പറഞ്ഞത്. മറിയം ബീവി ഗർഭിണിയായിരിക്കുമ്പോ റബ്ബിനോടാ പറഞ്ഞത്, റബ്ബെ പ്രയാസങ്ങളുണ്ട്. അള്ളയാണ് മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തത്. അതല്ലാതെ മറ്റുള്ളവരെ വിളിച്ച് തേടുകയും മറ്റുള്ളവരോട് സഹായം തേടുകയും ചെയ്യേണ്ടതല്ല. മാത്രല്ല, നമ്മുടെ നാട്ടിലൊക്കെ വേറെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരു ഗർഭിണി എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ, ഇപ്പൊന്നും അത്ര ഉണ്ടാവില്ല, ഇപ്പൊക്കെ ടെറസ് വീടുകളായല്ലോ. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഓടിട്ട വീടുകളൊക്കെ ആയിരിക്കും. അതിന്റെയൊക്കെ ഓരങ്ങളിൽ ഈ മരത്തവള എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും, ഒരു മെരിഞ്ഞിട്ടൊരു സാധനം, തവള. ഈ മരത്തവള ഗർഭിണിയുടെ മേൽക്കെങ്ങാനും ചാടിയ അല്ലാ, പിന്നെ പറയണ്ട, പിന്നെ പ്രശ്നമാണ്. അല്ലാ, ഗർഭിണിയുടെ മേൽക്ക് മരത്തവള ചാടിയാണ്. ഇനി അതിലുണ്ടാകുന്ന കുട്ടി മരത്തവളുടെ മാതിരി ഇങ്ങനെ ഇരിക്കും. ഈ കോലത്തിലാണ് പ്രചരണം. പല്ലി ചാടാൻ പാടില്ല, മരത്തവള ചാടാൻ പാടില്ല. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ്! ഒരുപാട് ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇന്ന് സമൂഹത്തിൽ ഇതിന്റെയൊക്കെ പേരിൽ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രതിഫലം കൊടുക്കുന്ന ഈ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിം ഏതൊരു പ്രയാസം സഹിച്ചാലും അതിന് കൂലിണ്ടെന്നല്ലേ? ഒരു ഗർഭിണി മനസ്സിലാക്കേണ്ടത് അതാണ്. എനിക്കിത് അള്ളാഹു നൽകുന്നൊരു നിഅമത്താണ്. ഓരോ വേദനക്കും കൂലിയുണ്ട്, ഓരോ വേദനക്കും ഓരോ പ്രയാസത്തിനും കൂലിയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ ഗർഭിണിയുടെ കാര്യമല്ല, മൊത്തത്തിൽ ഇസ്ലാം പറഞ്ഞില്ലേ, മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമാവട്ടെ അവന് ബാധിക്കുന്ന വസബ്, നസബ്, ഹമ്മ്, രോഗങ്ങള്, ക്ഷീണം, തളർച്ച, പ്രയാസം, അതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കുന്നത്? അവൻ എന്ത് വേദനയും പ്രയാസമൊക്കെ സഹിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഹത്ത ശൗക, കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും നമ്മൾ അതിലൂടെ സഹിക്കുകയാണെങ്കിൽ അള്ളാഹു അതിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഗർഭിണികളായ സ്ത്രീകളൊക്കെ ആ നിലക്കും കൂടി സന്തോഷിക്കണം. അവരനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും വഹിനന്നലാ വഹിനിന്നെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഉമ്മമാര് കുഞ്ഞുങ്ങളെ ഗർഭത്തിലേറ്റി നടക്കുന്നത്, പ്രസവിക്കുന്നത്. അതിനൊക്കെ വലിയ കൂലിയുണ്ട് എന്നതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനൊക്കെ വല്ലാത്ത പ്രതിഫലമുണ്ട്. മാത്രല്ല, അങ്ങനെ ഒരു പ്രസവ കാരണമായി ഒരു ഗർഭത്തിൽ ശിശു ഉണ്ടായിരിക്കെ, അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയത്ത് ഒരു സ്ത്രീ അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക, എന്നാലോ അവൾ ഉഖ്റവി ഷഹീദുകളുടെ കൂട്ടത്തിലാണ്. ശുഹദാക്കൾ പലതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ശുഹദാക്കൾ, അവർക്കാണ്, അവരെ കുളിപ്പിക്കേണ്ടതില്ല, ആ രൂപത്തിലുള്ള നിയമങ്ങളൊക്കെ എങ്കിലും പരലോകത്ത് ശുഹദായിന്റെ പ്രതിഫലം കിട്ടുന്ന കുറെ ആളുകളുണ്ട്.
ആ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. അവിടുന്ന് ഒരിക്കൽ ചോദിച്ചു, തദ്രി മൻ ശുഹദാഉ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ ആരെന്നറിയാമോ? എന്നിട്ട് പറഞ്ഞു, ഒരു മുസ്ലിം കൊല്ലപ്പെട്ടാൽ അത് രക്തസാക്ഷ്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, അത് മാത്രല്ല വത്താഊന് ഷഹാദ, പ്ലേഗ് രോഗം ബാധിച്ചു മരിക്കുന്നത് ഷഹീദിന്റെ പ്രതിഫലമാണ്. കെട്ടിടത്തിന്റെ ഉള്ളിൽ പെട്ട് മരിച്ചു, തീപിടുത്തത്തിൽ അതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലമാണ്. ഇസ്ലാം പഠിപ്പിച്ചിരണം. അതേപോലെ തന്നെ വൽ മർഅതു യഖ്തുലുഹാ വലദുഹാ ജംആ ഷഹാദ, ഒരു പെണ്ണ് അവളുടെ കുഞ്ഞ്, ഗർഭിണിയായ സ്ത്രീ അവളുടെ കുഞ്ഞ് കാരണമായി, അതല്ലെങ്കിൽ ആ പ്രസവം കാരണമായി മരിച്ചു പോവുകയാണെങ്കിലോ അവളും ഉഹ്റവി ഷഹീദുകളുടെ കൂട്ടത്തിലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആ പൈതൽ ഈ ഉമ്മയെ, വിശ്വാസിയായ ഉമ്മയാണെങ്കിൽ ആ പൈതൽ ഈ ഉമ്മയെ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യമുള്ള സംഗതിയാണ്. അത്രയും പ്രയാസാണ് ഒരു സ്ത്രീ ഗർഭകാലഘട്ടത്തിൽ അനുഭവിക്കുന്നത്. അത്രയും പ്രയാസാണ് ഒരു പ്രസവത്തോടനുബന്ധിച്ച് ഒരു സ്ത്രീ അനുഭവിക്കുന്നത്. അതിനത്രയും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നാണ്. അതേ അവസരത്തിൽ ഈ രംഗത്ത് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരുപാട് കള്ള ഹദീസുകൾ ഈ രംഗത്തുണ്ട്. നീ അതൊരാൾ ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിലും പിന്നെ കാണും ചിലപ്പോ. അതുകൊണ്ടാ പറയുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സ്വഹാബ വനിത വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഖൈറുകളെ കുറിച്ചൊക്കെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്കൊരു സന്തോഷ വാർത്തയും നിങ്ങൾ അറിയിച്ചിട്ടില്ലല്ലോ എന്ന് നബിയോടൊരു സ്ത്രീ വന്നുകൊണ്ട് പറയാണ്. ഇതൊക്കെ കഥയനട്ടോ, ഹദീസ് സഹീഹല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ, ഉണ്ട്, പ്രതിഫലമുണ്ട്. ആരാരും നിന്നോട് ചോദിക്കാൻ ഏൽപ്പിച്ചത്? സ്ത്രീകളൊക്കെ കൂടി ഏൽപ്പിച്ചതാ? അതെ. എന്നാ ഞാൻ പറഞ്ഞു തരാ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിൽ ഒരാൾ തന്റെ ഭർത്താവ് തൃപ്തിയുള്ളവനായിരിക്കെ തന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ ഗർഭിണിയായി കൊണ്ടു നടന്നാൽ അവൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് കാലം നിന്ന് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തതിന് തുല്യമായ പ്രതിഫലമുണ്ട്. മാത്രമല്ല, അവൾക്ക് പ്രസവ വേദന വരുമ്പോഴും അവൾ പ്രസവിക്കുന്ന ഘട്ടത്തിലുമൊക്കെ ധാരാളക്കണക്കിന് പ്രതിഫലം ആകാശത്തും ഭൂമിയിലുള്ളവർക്കൊന്നും അറിയാത്തത്ര വലിയ പുണ്യമാണ് അവൾക്കുള്ളത്. മാത്രമല്ല, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവളുടേതായ മുലപ്പാലിൽ നിന്ന് ഒരു തുള്ളി പുറപ്പെടുന്നതും കുഞ്ഞ് അത് ചപ്പി കുടിക്കുന്നതും എല്ലാം അവൾക്ക് ഏറ്റവും വലിയ നന്മയായിട്ട്, ഓരോ തുള്ളി മുലപ്പാലും ഓരോ കുഞ്ഞിന്റെ ഓരോ ചപ്പി കുടിക്കലും എല്ലാം അവൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഹസനത്തായി കൊണ്ട് രേഖപ്പെടുത്തപ്പെടും. അവൾ ഉറക്കമിളക്കുന്നത് 70ഓളം പാവപ്പെട്ട ആളുകളെ, അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമായ പ്രതിഫലമാണ് അവൾക്കുള്ളത്. പാവപ്പെട്ട അടിമകളെ 70ഓളം അടിമകളെ മോചിപ്പിച്ച കൂലിയാണ് അവൾ രാത്രി ഉറക്കമുളക്കുന്നത് ഇതിന്റെ പേരിൽ എന്നൊക്കെ പറയുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അത് ചിലരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്ന ഹദീസുൻ മൗദൂഅ്, വ്യാജ ഹദീസാണ്, കള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളോട്ട് പറഞ്ഞുണ്ടാക്കുകയും വേണ്ട. അതേ അവസരത്തിൽ ഇതൊരു രോഗാന്ന് വിചാരിച്ച് ബേജാറാവുകയോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാനോ പാടില്ല. അതേ അവസരത്തിൽ അല്ലാഹു തആല അവർക്ക് ഒരുപാട് അവരോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. അവർക്ക് നോമ്പിൽ ഇളവില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ ഇളവുണ്ട്. ചില പണ്ഡിതന്മാർ രോഗികളോടാണ് അവരെ താരതമ്യപ്പെടുത്തിയത്. രോഗികളോട് താരതമ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, രോഗികൾക്ക് രോഗം മാറിയാൽ നോമ്പെന്ത് ചെയ്യണം? നോറ്റുവീട്ടണം. എന്നാൽ നല്ലൊരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അവർ പറയുന്നത്, ഇങ്ങനെ തുടരെ ഗർഭധാരണം കഴിഞ്ഞാൽ പിന്നെ മുലയൂട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടം, അതിന്റെ പുറമെ ഹൈള്, നിഫാസ്, ഇതൊക്കെ ഉണ്ടാകുന്ന ഈ സ്ത്രീകൾ ഇതൊക്കെ കൂടി ഖളാ വീട്ടണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് അവരെ ബുദ്ധിമുട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പല സഹാബിമാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഉദ്ധരണികളിലും അഭിപ്രായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, അവർ നോമ്പ് വീട്ടേണ്ടതില്ല, കഴിയുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ അവർ ഫിദിയ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാം. ഓരോ നോമ്പിനും പകരമായി ഒരു മിസ്കീനിന് ഭക്ഷണം നൽകുക എന്ന ഫിദിയ മാത്രം മതി. ആർക്ക്? ഗർഭിണിക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും. ഇനി അതെല്ലാം ആരോഗ്യവതിയാണോ, പ്രയാസങ്ങളൊന്നുമില്ലേ, അവർ വീട്ടുകയാണെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വീട്ടിയേ പറ്റൂ എന്ന് നിർബന്ധിക്കേണ്ടതില്ല. ഇസ്ലാം അവർക്ക് നൽകിയ ഇളവാണത് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും
നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ വിഷയത്തിലേക്ക് ഞാൻ എന്റെ ചർച്ച കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതോ, അവരുടേതായ ആ പ്രയാസമുള്ള ഘട്ടം കഴിഞ്ഞാൽ അവർ നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. എന്നാൽ അവരിങ്ങനെ നോമ്പ് നോറ്റ് വീട്ടാൻ അവരെ നിർബന്ധിക്കുന്നതിൽ ഇസ്ലാമികമായിട്ട് അവർക്ക് ഇളവുള്ളൊരു വിഷയമാണ്. വഅലല്ലദീന യുതീഖൂനഹു, പ്രയാസത്തോടുകൂടി അല്ലാതെ അത് അനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞ ആയത്ത് ദുർബലപ്പെട്ടിട്ടൊന്നുമില്ല. അത് നിത്യരോഗികളെപ്പോലെയുള്ള വകുപ്പിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗർഭിണികളും മുലയൂട്ടുന്നവരും ഉൾപ്പെടുക. അതുകൊണ്ട് അവർക്ക് പ്രയാസകരമായ ഘട്ടത്തിൽ ഇത്തരം ഇളവുകൾ ഉപയോഗപ്പെടുത്താം എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമൊക്കെ ആ വീക്ഷണമാണ്, ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് സ്വഹീഹായ നിലക്ക് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണുവാനും സാധിക്കും. അപ്പോ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ഇളവുകൾ കൂടിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തരുന്ന നിഅമത്താണ് ഗർഭകാലം എന്ന് പറയുന്നത്. അതിനെ ഇസ്ലാമികമായ രൂപത്തിൽ അത് തനിക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കുവാനാണ് ദമ്പതികൾ ശ്രമിക്കേണ്ടത്. അവരുടെ മനസ്സിന്റെ സന്തോഷവും അവരുടെ മനസ്സിന്റെ ആഹ്ലാദവും റബ്ബിനോടുള്ള വിനയാന്വിതമായ ശുക്രോടുകൂടി ഒരു നന്ദിയുള്ള അടിമയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മനസ്സും എല്ലാം അവർക്ക് രണ്ട് ലോകത്തും വലിയ പ്രതിഫലത്തിനാണ് കാരണമായി തീരുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രംഗത്തുള്ള ദുരാചാരങ്ങളെ ഒഴിവാക്കുകയും ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇതാണ് ആ രംഗത്ത് ഇസ്ലാമികമായി നമ്മൾ പുലർത്തേണ്ടുന്ന സമീപനങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാവിധത്തിലുള്ള തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അല്ലാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തെ നശിപ്പിക്കുവാൻ ഒരുങ്ങിയിട്ടുള്ള ഛിദ്രശക്തികൾക്കിടയിൽ അല്ലാഹു അനൈക്യം വിതറുകയും അവരുടെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.